ഇന്ന് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീഷോ ഹോൾ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഇതൊരു കമ്മലാണ് വരുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പേൾസ് കുന്തൻ വർക്കുകളൊക്കെ വന്നിട്ടുള്ള പേൾസും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു ജുംക്കയാണിത്. ഇതാണ് നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു നെറ്റിച്ചുട്ടിയാണ്. കണ്ടില്ലേ, നെറ്റിച്ചുട്ടി ഞാൻ കവറിൽ നിന്ന് അഴിച്ച് കാണിച്ചു തരാവേ. പിന്നെ ഈ ഒരു നെറ്റിച്ചുട്ടി, ഇതിന് എന്തോ പേരൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല അടിപൊളി. നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിക്കേ. സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിലായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കുകയും ചെയ്യാം. ഇതാണ് കേട്ടോ ആ ഒരു സെറ്റ്. ഇതൊരു കമ്മലാണ് വരുന്നത്. കുറച്ച് ഹെവി വെയിറ്റ് ഉണ്ട്, കുറച്ച് വെയിറ്റഡ് ആയിട്ടുള്ള കമ്മലാണ്. അപ്പം അത് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ജുംക്കയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര സൂപ്പർബായിട്ടുള്ള ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഈ ഒരു നെറ്റിച്ചുട്ടിയാണ് വന്നിട്ടുള്ളത്. സെയിം ഡീറ്റെയിലൊക്കെ വന്നിട്ടുള്ള ഒരു കുന്തൻ ടൈപ്പ് ഓഫ് രാജസ്ഥാനി ടൈപ്പ് ഓഫ് കമ്മൽ സെറ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം. ഉണ്ട്, നിറയെ പേൾസ് വന്നിട്ടുണ്ട്, സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ എങ്ങനെയാണെന്ന്. പിന്നെയുള്ളത് ഇതേ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് പോലെ, ഇത് നെറ്റിച്ചുട്ടി പോലെ നമുക്ക് യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഹെയർ ബാൻഡ് പോലെ യൂസ് ചെയ്യാം, മാലയായിട്ട് യൂസ് ചെയ്യാൻ, ഒരു ചോക്കർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് ഈ കമ്മലെ കൂടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കമ്മൽ നമ്മുടെ ഇയറിൻ്റെ അവിടെ ഹാങ്ങിങ്സ് പോലെ വരുന്നതാണ് ഈ ഒരു പേള. നല്ല ഭംഗിയുണ്ട്, ഇതും നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റ്. 307 രൂപയോ അങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ബാംഗിൾസ് ആട്ടോ. ഇതൊരു 12 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഞാനിത് റിട്ടേൺ ചെയ്യാണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് ബാംഗിൾസ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സൈസ് ചാർട്ടിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ 2.2 തൊട്ടിട്ട് നമുക്ക് സൈസ് ചാർട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ 2.2 കുട്ടികളുടെ സൈസാണോ എന്നറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി 2.3 ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഭയങ്കര വലുതായി പോയിട്ട് എൻ്റെ കൈമുട്ട് വരെ അത് കയറുന്നുണ്ടായിരുന്നു. പോരാത്തതിന് കുറച്ച് വളകളൊക്കെ പൊട്ടിയതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു കുപ്പിവളയാണ്, പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെൽവെറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഈ ഒരു 12 കളേഴ്സ് നമുക്ക് ആ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആട്ടോ. പിന്നെ ഇത് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് വല്ലതും എഴുതിയിരുന്നെങ്കിൽ മേ ബി കളറെ സൂക്ഷിച്ച് തന്നെ അവർ നമുക്കത് കൊണ്ടുപോയി തരുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരുപാട് വളകൾ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ഷെൽഫ് ഉണ്ടോ, ഈ ഷെൽഫിലോട്ട് വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പൊടി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം ഞാൻ 7th ഫ്ലോറിലാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തതെന്ന്. പക്ഷേ എന്നാലും സാധാരണ ഇത്ര ഹൈറ്റിലൊന്നും ഇത്ര ഡസ്റ്റ് വരത്തില്ല. പക്ഷേ ഇവിടെ എന്തൊരു ഡസ്റ്റാണെന്നറിയാമോ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലീനാക്കിയിട്ട് അധികം ദിവസം കൂടെ ആയിട്ടില്ല. കാരണം ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഇത് മുഴുവൻ ഒന്ന് തുടച്ച്. ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർഗനൈസേഴ്സ് ആട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിനകത്തൊക്കെ ഓരോ സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഇല്ല. ഇതെനിക്ക് കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഓർഗനൈസർ പോലെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ എങ്ങനെയാണ് ഇരിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ആ ഒരു ഓർഗനൈസർ. പിന്നെ അത് നമുക്ക് പിന്നെ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ അതിന് ഇച്ചിരി സൈസ് കൂടുതലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബേക്കിലിരിക്കുന്ന ജ്വല്ലറി ബോക്സും കൂടെ ഞാൻ അതിനകത്തോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ ജ്വല്ലറിയൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ആ ഒരു ബോക്സിനകത്തോട്ട് വെക്കാം. ഇതിപ്പോൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു റൂമിനകത്തുള്ളത്. കണ്ടില്ലേ, ഞാൻ എല്ലാം തന്നെ ഇത് കോമ്പെല്ലാം കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ബ്രഷ് സെറ്റ് എല്ലാം കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഓർഗനൈസഡ് ആണ് ആക്ച്വലി. പക്ഷേ ഈ ഡസ്റ്റാണ് ഏറ്റവും പ്രശ്നം. സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ മണ്ടത്തരം പറ്റിയത്, ലെഡുള്ള ടൈപ്പ് മേടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇത്രയും ഡസ്റ്റ് ഇൻസൈഡ് വരത്തില്ലായിരുന്നു. പക്ഷേ ഞാനത് ഓർത്തില്ല കേട്ടോ.
എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ട ഷെൽഫിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച 3 ഓർഗനൈസർ സെറ്റിൻ്റെ ബോക്സ് ആട്ടോ. ഓർഗനൈസർ ബോക്സ് ഇത് അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ മേടിക്കാം. നിങ്ങൾക്ക് കിച്ചണിൽ ആണെങ്കിലും എവിടെ വേണമെങ്കിലും ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യാം. അണ്ടർ ഗാർമെൻറ്റ്സ് വെക്കാനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. അത്ര ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല പ്ലാസ്റ്റിക്കൊക്കെ നല്ല തിക്കായിട്ടുള്ളതായിരുന്നു. ഈ ഒരു ഓർഗനൈസർ ഞാൻ വാങ്ങിച്ചത് ഇതേപോലെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു ബോക്സിൽ സ്കിൻ കെയറും ഒരു ബോക്സിൽ ഹെയർ കെയറും വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് മാത്രമുള്ള സാധനങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാം സ്കിൻ കെയറും ഹെയർ കെയറും ഇതിനകത്ത് തന്നെ വെച്ചു. പിന്നെ കുറേ ജ്വല്ലറീസ് ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ചെല്ലാം എന്താ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ ഇതേപോലെ ബോക്സിനകത്താക്കി ഇതിനകത്ത് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നീറ്റായെന്ന് എനിക്ക് തോന്നി. ഞാനത് മൊത്തം തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡസ്റ്റ് എനിക്ക് നല്ല അലർജി ആട്ടോ. അപ്പോൾ ഇന്ന് ഫീവറും കൂടെ ആയിട്ടുള്ളൊരു ദിവസം ആയതുകൊണ്ട് അധികം തുടയ്ക്കാൻ നിന്നിട്ടില്ല. റിമൈനിങ് ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ ഇട്ടിരുന്ന എൻ്റെ ചാർജേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അലക്ഷ്യമായിട്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാപ്ടോപ്പിൻ്റെയും ഫോണിൻ്റെയും അതുപോലെ തന്നെ പവർ ബാങ്കിൻ്റെ എല്ലാം കൂടി ഇട്ടേക്കുമായിരുന്നു. അതെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് ഇങ്ങനെയാണ് വെച്ചത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ 3 പ്രൊഡക്റ്റുകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.